പോർക്കുമന്തിയുമായി റംസാൻ ആശംസ പോസ്റ്റർ പ്രചരിപ്പിച്ചതിൽ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് ചേർത്തല പോലീസ്. ചേർത്തല സ്വദേശി രതീഷ് പണിക്കറിനെതിരെയാണ് കേസ്. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കലാപമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നതാണ് കേസ്. മനീഷ്, വിഷു വന്നാലും ശരി, റംസാൻ വന്നാലും ശരി, വർഗീയത അത് നിർബന്ധമാണ്. നിർബന്ധം. തെമ്മാടിത്തരം നിറച്ച പോസ്റ്ററുകൾ പടച്ചു വിടുന്നവന്മാരോടല്ല നീയൊക്കെ തെമ്മാടികളാണെന്ന് ഞാൻ പറയുന്നത്. മറിച്ച് ഇതിൻ്റെയൊക്കെ അടിയിൽ, അല്ലെങ്കിൽ ഈ തെമ്മാടിത്തരങ്ങൾ മെയിൻ സ്ട്രീം ചാനൽസിലൂടെ ഒരു വാർത്തയായി മാറുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്ന ചില തെമ്മാടികളുണ്ട്. തെമ്മാടിത്തരം മാത്രം കമൻ്റ് ഇടുന്ന തെമ്മാടികൾ. നമിച്ചു നിന്നെയൊക്കെ ഞാൻ. വർഗീയത. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം, അതിനിവിടെ വിലയുണ്ട്. മാന്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കണ്ടാൽ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. കൂടാതെ വീഡിയോയ്ക്ക് എല്ലാവരും അങ്ങോട്ട് ലൈക്ക് ചെയ്ത് സഹായിക്കുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ കഴിഞ്ഞ വിഷു ഏപ്രിൽ 15-ന് നമ്മളെല്ലാവരും ഒരു പോസ്റ്റർ കണ്ടിരുന്നു. ചേർത്തലക്കാരൻ, ഒരു മന്തിക്കടയുടെ ഓണർ മോൻ ഒരു പോസ്റ്റർ അടിച്ചിറക്കിയത്. ഉണ്ണിക്കണ്ണൻ മന്തി തിന്നുന്നത്. ബുദ്ധിയില്ലായ്മ അവൻ്റെ. നമുക്ക് അങ്ങനെ അങ്ങോട്ട് തള്ളിവിടാം. പോട്ടെ, ഒരു ഭ്രാന്തൻ. വർഗീയത അഴിച്ചുവിട്ടതാണോ അല്ലയോ ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു മണ്ടൻ. അങ്ങനെ ഞാൻ അവനെ അങ്ങ് തള്ളി. എന്നാൽ ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടൊരു പോസ്റ്റർ ഉണ്ട്. റംസാൻ ആശംസകൾ നേർന്നുകൊണ്ട് ഒരു ഉസ്താദ് ഇരുന്ന് മന്തി തിന്നുന്ന ഒരു പോസ്റ്ററൊക്കെ അടിച്ചിറക്കിയിരിക്കുന്ന ഒരു ചേട്ടൻ. ആ പോസ്റ്ററാണ് കണ്ടത്. ഒരു മെയിൻ സ്ട്രീം ഒരു ചാനലിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അവർ ആ ഒരു സാധനം ഇട്ടിട്ട് ആ പരിപാടി ചെയ്തവനെ പോലീസ് പൊക്കി, അവനെതിരെ കേസ് കൊടുത്തു, അല്ലെങ്കിൽ കേസ് എടുത്തു എന്നും പറഞ്ഞിട്ടുള്ളൊരു വാർത്ത കാണാനിടയായി. അപ്പം ഞാൻ ആലോചിച്ചു, ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പുന്നാരമോൻ ഒരു തെമ്മാടിത്തരം കാണിച്ചെന്ന് പറഞ്ഞ് ആ സെയിം നാണയത്തിൽ തന്നെ അവന് തിരിച്ചടിക്കുന്ന, അല്ലെങ്കിൽ തെമ്മാടിത്തരമല്ലേ കാണിക്കുന്നത്? തെമ്മാടിത്തരം. ശുദ്ധ തെമ്മാടിത്തരം എന്നേ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. ആ ഒരു സാധനം അവൻ ആ പരിപാടി കാണിച്ചു. വിഷുവിന് അവൻ കാണിച്ചത് ഡാഡി ഇല്ലാത്ത പരിപാടി തന്നെ, സമ്മതിച്ചു. എന്ന് വെച്ചിട്ട് സെയിം നാണയത്തിൽ തിരിച്ചടിക്കുന്നത് എന്തൊരു നാണക്കേടാ. എനിക്ക് അങ്ങനെയാ തോന്നിപ്പോയത്. ഞാൻ ഒരു കാര്യം പറയാം. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഒരാളെയും, ഒരു ജാതിയെയും, ഒരു മതത്തെയും കളിയാക്കാനോ താഴ്ത്തിക്കെട്ടിയോ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കില്ല. മനസ്സിലായില്ലേ? എൻ്റെ അഭിപ്രായം, സത്യസന്ധമായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അതേ ഞാനിവിടെ പറയുകയുള്ളൂ. തലയുള്ളവർക്ക് മനസ്സിലാവും, ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ഇന്നലെ ഞാൻ കണ്ട ആ ഒരു മെയിൻ സ്ട്രീം ചാനലിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ കൂടുതലും മുസ്ലിം സുഹൃത്തുക്കളാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് അവരോട് ഒറ്റ കാര്യമുള്ളൂ ചോദിക്കാൻ. നിങ്ങൾക്കാർക്കും വേറൊരു പണിയില്ലേ? എന്തിനാണ് വർഗീയത വളർത്തരുതേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുക? നിങ്ങളത് കമൻ്റ് ഇടുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളിടുന്ന കമൻറ്റുകൾ തന്നെയാണ് നാളെ വർഗീയ പരിപാടികളിലേക്കൂടെ പലരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക, ഇഗ്നോർ ചെയ്ത് വിടുക. അപ്പോൾ കുറേ പേര് പറയും, വിഷുവിന് നീയൊക്കെ മറ്റേ സാധനം കണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ മുസ്ലിങ്ങളെ എല്ലാവരെയും കുത്താൻ ഇറങ്ങിയില്ലേ? ചേട്ടാ, തെമ്മാടിത്തരം കാണിച്ചാൽ തെമ്മാടിത്തരമെന്നും പറയും, ഉറപ്പായിട്ടും പറയും. ഇന്നലെ റംസാന്റെ പേരും പറഞ്ഞ ഒരു പുന്നാരമോൻ ഈ പന്നിയിറച്ചിയും വെച്ചൊരു പോസ്റ്റർ ഇട്ടപ്പോൾ നിങ്ങൾ വേറെ രീതിയിലാണ് കമൻറ്റിൽ ഇടുന്നത്, കമൻറ്റ് ബോക്സിൽ സംസാരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ വേറെ രീതിയിൽ കാണിച്ചു തരാൻ പ്രിയപ്പെട്ടവരെ, എല്ലാം ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഒരു മെയിൻ സ്ട്രീം ചാനലിൽ വന്നത് നമുക്കത് കേൾക്കാം. എന്നിട്ട് പോസ്റ്റിൻ്റെ അടിയിൽ വന്ന നന്മമരക്കളിയുടെ ഒരു കമൻറ്റ് ബോക്സ് ആയിരുന്നു അത്. കാണിക്കാം. അതിനു മുമ്പ് ഇത് കാണ്.
പോർക്കുമന്തിയുമായി റംസാൻ ആശംസ പോസ്റ്റർ പ്രചരിപ്പിച്ചതിൽ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് ചേർത്തല പോലീസ്. ചേർത്തല സ്വദേശി രതീഷ് പണിക്കറിനെതിരെയാണ് കേസ്. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കലാപമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നതാണ് കേസ്. മനീഷ് മഹിബാലാണ് ചെയ്തത്. മനീഷ്, ഒരു വിഷു ആശംസ അത് മന്തിയുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്ററിൽ തുടങ്ങിയതാണ്. ഇതിപ്പോൾ കടുത്ത വിദ്വേഷ പ്രചരണം എന്ന നിലയിലേക്ക് മാറുകയാണോ? പിന്നീട് ആ രീതിയിലേക്ക് പ്രചരണം മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി ഇടപെട്ടുകൊണ്ട് ഒരു മോണിറ്ററിംഗ് സെല്ല് ആലപ്പുഴ ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് നിലവിൽ ആലപ്പുഴ ചേർത്തല സ്വദേശിയായിട്ടുള്ള രതീഷ് പണിക്കരാണ് ഫേസ്ബുക്കിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത്. അതായത് മുസ്ലിം പള്ളിയുടെ മുൻവശം ഇസ്ലാം മതവിശ്വാസിയായ ഒരാൾ പന്നി മാംസത്തിന്റെ മുൻപിൽ ഈ മന്തിയുമായി വെച്ചിരിക്കുന്ന ചിത്രം, അതും നേരത്തെ വിവാദമായ ഒരു ചിത്രമായിരുന്നു ഈ മെഹ്റ മന്തിയുടെ ആ പോസ്റ്റർ. അവരുടെ തന്നെ പേരിലാണ്, വിഷു ആശംസകൾ എന്ന പേരിലാണ് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ഇയാൾക്കെതിരെ BNS 192 നിയമപ്രകാരം, അതായത് കലാപം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി മനഃപൂർവ്വമായോ ദുരുദ്ദേശപരമായോ പ്രകോപനത്തിലുള്ള ഈ രീതിയിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് പോലീസ് കേസെടുത്ത്. ഇയാളെ നിലവിൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചേർത്തല പോലീസ് സ്വമേധയാ മെഹർ മന്തിയുടെ ഉടമകളായ അർഷാദിനെതിരെയും ഷംനാസിനെതിരെയും കേസെടുത്ത് ഇതേ വകുപ്പുകൾ തന്നെ ചുമത്തിയായിരുന്നു കേസെടുത്തത്. അപ്പോ മെഹ്റ മന്തി എല്ലാവർക്കും അറിയാം. വിഷുവിൻ്റെ അന്ന് ഈ ഒരു പോസ്റ്റർ ഇറക്കിയ നവന്മാർക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. ഓക്കെ, കാണിച്ചത് തെമ്മാടിത്തരം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ശുദ്ധ തെമ്മാടിത്തരം, അല്ലെങ്കിൽ ഡാഡി ഇല്ലാത്ത പരിപാടി എന്ന് തന്നെ, അതിലൊരു മാറ്റവും ഇല്ല. ഓക്കെ, എന്നാൽ ഇപ്പൊ ഈ പണിക്കരിയേട്ടൻ കാണിച്ചിരിക്കുന്നത് എന്താ? ഞാനതാ പറഞ്ഞത്, സെയിം നാണയത്തിൽ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ചേട്ടാ തീർന്നില്ലേ? അങ്ങനെ പച്ചക്ക് ഞാൻ പറയുക, തീർന്നില്ലേ അവിടെ? താനല്ലേ ഏറ്റവും വലിയ മണ്ടബുദ്ധി? എടോ, എന്തിനാടോ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യതാ? ഒരുത്തം കാണിച്ചു എന്നും പറഞ്ഞിട്ട് ആ ഒരു വിഭാഗത്തിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ തിരിച്ച് നാണം കെടുത്തുന്ന ഇതിനെയൊക്കെ പണിക്കരിയാട്ടാ ചെരുപ്പൂരി വേണം നിന്റെ മോന്തക്കടിക്കാൻ. എനിക്കതേ പറയാനുള്ളൂ. ഇത് കാണിച്ചത് ശുദ്ധ ഫേസ്ബുക്കിലെങ്ങാണ്ട് അയാളിട്ടിരിക്കുന്നത്. ഈ മെഹ്റ മന്തിയുടെ സെയിം തന്നെ ആ ഒരു ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് നേരെ ഒരു ഉസ്താദം കണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പോസ്റ്റർ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കാണിച്ചിട്ട് തന്നെ ബാക്കി സംസാരിക്കുന്നത്. ഇതാണ് സംഗതി. ആ സൈഡിൽ കണ്ട അവിടെ ഹാപ്പി റമദാൻ മെഹറിന്റെ റംസാൻ ആശംസകൾ, ഒരു ഉസ്താദ് എങ്ങാണ്ട് മറ്റേ തൊപ്പിയിട്ടിരിക്കുന്നു. അതിന്റെ ഫ്രണ്ടിൽ പന്നി മന്തി. ന്യൂസ് ചാനൽ, നമ്മുടെ മെയിൻ സ്ട്രീം ചാനൽ വന്നെയാണ് മീഡിയ വണ്ണിന്റെ പോർക്ക് മന്തിയുമായി റംസാൻ ആശംസ പോസ്റ്റ്. കേസെടുത്തു പോലീസ്. എടോ, എന്തുവാ പറയേണ്ടത് എന്നോടൊക്കെ? അല്ല, എന്തുവാ പറയണ്ടേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും TCS, ടാറ്റ കൺസൾട്ടിംഗ് സർവീസസ്. ഞാൻ ഇതുവരെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. സംസാരിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, പല 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 കഥകൾ കേൾക്കുന്നു. തെളിവുകളൊന്നും പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. ഒന്നും SIT ആണ് അന്വേഷിക്കേണ്ടത്. NIA അന്വേഷിക്കേണ്ട കേസാ. ചെറുതല്ല. ഞാനിതിവിടെ പറയുക പോലും ചെയ്യാത്തത്. എൻ്റെ ഒരു അഭിപ്രായം അതിനകത്ത് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും എനിക്കൊരു അഭിപ്രായം ഇപ്പോൾ പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തെറ്റായി പോകുമെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ആ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കുകയോ ചെയ്യാത്തത്. കാരണം ഇത്രയും ദിവസങ്ങൾ, 3-4 ദിവസം മുമ്പ് തൊട്ട് തന്നെ നാഷണൽ ലെവൽ ചാനൽസിലൊക്കെ പല കഥകൾ വരുന്നുണ്ട്, പല ന്യൂസുകൾ. മെയിൻ സ്ട്രീം നമ്മുടെ നാട്ടിലെ ചാനലൊന്നും വലുതായിട്ടൊന്നും അത് മൈൻഡ് ചെയ്യുന്നില്ലടേ. ടാറ്റ കൺസൾട്ടിംഗ് സർവീസസ് എന്നൊക്കെ പറയുമ്പം ടാറ്റക്കാരുടെ പോട്ടെ. ഒരു കൂട്ടം മുസ്ലിങ്ങൾക്കെതിരെ, അങ്ങനെ തന്നെ ഞാൻ പറയും, മുസ്ലിം സുഹൃത്തുക്കൾക്കെതിരെ ആണ് വിരൽ ചൂണ്ടുന്നത്. ഹിന്ദുക്കളായ സ്ത്രീകൾ 18-ഉം 25-നും വയസ്സ് പ്രായമിടയിലുള്ള കുട്ടികളെ പല രീതിയിൽ ദുരുപയോഗം ചെയ്ത്, മനസ്സിലായോ? മലേഷ്യയിലിരുന്നാണ് ഒരുത്തൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവനും ഒരു മുസ്ലിമാണ്. ഇങ്ങനെ പല കഥകൾ പ്രോപ്പറായിട്ട് എവിഡൻസുകൾ വെച്ചത് പുറത്തേക്ക് വരട്ടെ, എന്നിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ അതിനെപ്പറ്റി മിണ്ടാത്തത്. ഇങ്ങനെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കേരളത്തിൽ എടാ എന്തിനാടാ വർഗീയത? എന്ത് കാര്യത്തിന്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാനൊരു കാര്യം തുറന്നു പറയാം. എത്ര പേർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അതുപോലെ എടുക്കുമെന്ന് അറിയില്ല. മനസ്സിലാക്കേണ്ടവർ, മനുഷ്യത്വമുള്ളവർ മനസ്സിലാക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. വേറൊന്നുമല്ല. ഹിന്ദുക്കളുടെ ഇടയിൽ നല്ലവരുണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിൽ നല്ലവരുണ്ട്, ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ നല്ലവരുണ്ട്, ഹിന്ദുക്കളുടെ ഇടയിൽ ചെറ്റകളുണ്ട്,
മുസ്ലിങ്ങളുടെ ഇടയിൽ ചെറ്റകളുണ്ട്, ക്രിസ്ത്യാനികളുടെ ഇടയിൽ ചെറ്റകളുണ്ട്. ഇത് എല്ലാവരും ഒന്ന് തലയിൽ വെക്കുക. മനസ്സിലായോ? ഇത് മാത്രം നിങ്ങളൊന്ന് തലയിൽ വെക്കുക. എനിക്കത് മാത്രമേ ഉള്ളൂ നിങ്ങളോട് പറയാൻ. അല്ലാതെ വേറെ വലിയ കഥകളൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. എന്താണെങ്കിലും ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻറ്റുകൾ അത് വായിച്ച് നിങ്ങളത് കേൾക്കണം. നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കണം. പ്ലീസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എങ്ങനെയാണ് വർഗീയത കുത്തിക്കേറ്റാതടാ എന്നേ എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു സൈഡിൽ കണ്ടല്ലോ പല തരത്തിലാണ് കഥകൾ കേൾക്കുന്നത്. അതൊന്നും തീരട്ടെ. എന്നിട്ട് ഇവിടെ കേരളത്തിലിട്ട് നീയൊക്കെ ഉണ്ടാക്കി പോസ്റ്റർ വെച്ച് ഈ കളി, ഈ പണിക്കരി ചേട്ടന്മാരെ പോലുള്ള ചേട്ടന്മാരെ, എൻ്റെ ചേട്ടന്മാരെ ഈ പരിപാടി നിർത്ത് പ്ലീസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നീയൊക്കെ എന്തോ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് ആ വൈരാഗ്യം അങ്ങോട്ട് തീർക്കുമ്പോൾ ഇവിടെ വേറെ രീതിയിൽ വേറെ പല ആൾക്കാർ വേറെ കളികൾ കളിക്കുന്നുണ്ട്. നന്മമരം കളിച്ച് മറ്റേ പാസം ഉണ്ടാക്കാൻ നടക്കുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ കാണിച്ച പോസ്റ്ററിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ ഓരോന്ന് ഞാൻ വായിച്ചു തരാം. ഷഹബാസ് ഷാ, വേറൊരു കാര്യം ഞാൻ പറയാം. ഈ പോസ്റ്ററിൻ്റെ അടിയിൽ ഞാൻ കണ്ടിരിക്കുന്ന ഭൂരിഭാഗം കമൻറ്റുകളും മുസ്ലിം സുഹൃത്തുക്കളുടെ തന്നെയാണ്. ഇപ്പോഴും ഞാൻ മുസ്ലിം സുഹൃത്തുക്കൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് അത് മൊത്തത്തിൽ നിങ്ങൾ കേൾക്കുക. മുസ്ലിം സുഹൃത്തുക്കൾ, ഭൂരിഭാഗവും മുസ്ലിം സുഹൃത്തുക്കളുടെയാണ്. നോക്കൂ, ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. ഹിന്ദു സഹോദരങ്ങളോട് അവന് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. ഹിന്ദു സഹോദരങ്ങളോട് അവന് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. ഏതവന് വേണ്ടിയാണെന്നറിയാലോ? ഈ പോസ്റ്റർ ഇട്ടവനോടല്ല, ഈ പന്നിയുടെ വെച്ചിട്ട് മന്തി ഉണ്ടാക്കിയവനോടല്ല, പണിക്കരിയേട്ടനോടല്ല. അതിന് മുമ്പ് വിഷുവിനൊരു പരിപാടി കാണിച്ചവനില്ലേ ഈ മന്തിക്കടയുടെ, അവന് വേണ്ടിയിട്ട് മാപ്പ് ചോദിക്കുന്നു എന്ന്. ഇവിടെ തീർന്നു ചേട്ടാ. പണിക്കരി ചേട്ടന്മാരുള്ള അങ്ങനെയുള്ള ചേട്ടന്മാരൊന്ന് മനസ്സിലാക്കുക. ഇവിടെ തീർത്തു. പിടികിട്ടിയോ? നന്മമരം, ഞാൻ അങ്ങനെ തന്നെ പറയും, ഒരു നന്മമരം കളി കളിച്ച് അവിടെ തീർത്തു. അങ്ങനെ എടുത്താൽ മതി. നിങ്ങൾക്ക് ഇനി ആ വൈരാഗ്യം അങ്ങോട്ട് തീർത്തേ പറ്റത്തുള്ളെങ്കിൽ നിങ്ങൾ ഇവിടെ തീർന്നു ആ ഒരൊറ്റ ഡയലോഗിൽ. പക്ഷെ ഇതിനകത്ത് വേറെ രണ്ട് സാധനം ഞാൻ ചിന്തിക്കും. ഒന്ന് നന്മമരം കളി, മനസ്സിലായല്ലോ? മറ്റേത് വേറെ മനസ്സിൽ വേറൊരു കളി വെച്ചിട്ട് ഈ ഒരു അടിയടിച്ചത് പിടി കിട്ടും, പൊട്ടനല്ല. രണ്ട് രീതിയിൽ നമ്മൾ ചിന്തിക്കും. അടുത്തൊരെണ്ണം, അവനെതിരെ കേസ് എടുക്കരുത്, ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നവുമില്ല, റമദാനോ പെരുന്നാളോ ആഘോഷിക്കട്ടെ, അവർ തിന്നട്ടെ, അല്ല പിന്നെ. ഷിബിലി കെ പി അവനെതിരെ കേസ് എടുക്കരുതെന്ന്, ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന്. മോനെ കൊള്ളാം. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്. ഇങ്ങനത്തെ ഈ പോസ്റ്ററിനകത്തിട്ട് കൊണയടിച്ചുണ്ടാക്കിയത് ഫസ്റ്റ് ആ മന്തിക്കടയുടെ മക്കളാ. അവന്മാർക്കെതിരെ കേസ് വേണം. അതിനകത്ത് എനിക്ക് യാതൊരു മറ്റേ നന്മമരം കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ അവൻ പാവം, അവനൊരു അബദ്ധം പറ്റി ഇല്ല. ഈ പരിപാടി രണ്ടാമത് ഇങ്ങനെ ഒരുത്തൻ ഈ വൈരാഗ്യം കൊണ്ട് ഇറങ്ങാൻ കാരണം ആദ്യം ഒരുത്തൻ ഈ പരിപാടി കാണിച്ചോണ്ടാ. അതുകൊണ്ട് അവനോട് ക്ഷമിക്കാൻ എന്നെ കിട്ടത്തില്ല, ഉള്ള കാര്യം ഞാൻ പറയാം. അടുത്തത് ഹന്നയാ. BJP വന്നത് മുതലാണ് പോർക്കും ബീഫും പറഞ്ഞ് ജനങ്ങൾ തമ്മിലടി തുടങ്ങിയത്. ഈ കമൻറ്റ് ഇട്ട കുട്ടിയോടാണ്. മോളെ, തമ്മിലടി BJP വന്നതുകൊണ്ടാണോ തുടങ്ങിയത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പന്നി എന്ന് പറയുന്ന സാധനം എൻ്റെ അറിവിൽ മുസ്ലിങ്ങൾ കഴിക്കത്തില്ലല്ലോ. കഴിക്കുമോ? ഇല്ലല്ലോ. ബീഫല്ലേ നിങ്ങൾ കഴിക്കത്തുള്ളൂ. അല്ല, അപ്പം പിന്നെ BJP എവിടെ കുത്തിക്കയറ്റേണ്ട, ഒരു പാർട്ടി എവിടെ കുത്തിക്കയറ്റേണ്ട കാര്യം? ഇനിയിപ്പോൾ കുറേ ആളുകൾ വരും, ഞാൻ മറ്റേ BJP മോനാന്നും പറഞ്ഞ്. എൻ്റെ പൊന്നു പേരെ ടീമുകളെ BJP ആയിട്ട് നമുക്ക് അത് മാത്രം താല്പര്യമില്ല. അത് വേറൊരു സത്യം. അടുത്തത്, പോർക്ക് തിന്നേണ്ടവർ തിന്നോളൂ, ഒരു മുസ്ലിമും അത് ദണ്ഡയെടുത്ത് കൊല്ലാൻ വരില്ല. പോർക്ക് തിന്നേണ്ടവർ തിന്നോളൂ. എടാ, ഞങ്ങളൊക്കെ പോർക്ക് തിന്നും കേട്ടാ. എനിക്ക് പോർക്കും ഞാൻ കഴിക്കും, ബീഫും കഴിക്കും, തറവും കഴിക്കും, എല്ലാം ഞാൻ കഴിക്കും. ഓക്കെ. പക്ഷേ ഈ പോർക്ക് കഴിക്കാത്ത ചില ആളുകളുണ്ട് ഇവിടെ. മോൻ അവരെ പറ്റി പറ. മോൻ കഴിക്കുമോ പോർക്ക്? യൂനസ് സലീം എന്ന് പറയുന്ന UAE എന്തൊക്കെയോ ഉള്ളത് പറയാലോ. ഇത് കണ്ട് ഒരു മുസ്ലിമിനും ഇവിടെ അഭിമാനം നഷ്ടപ്പെടാൻ പോകുന്നില്ല. പക്ഷേ ചേട്ടന്മാരെ, കൃഷ്ണൻ്റെ മറ്റേ പരിപാടി കാണിച്ചില്ലേ, തുടക്കത്തിൽ കാണിച്ച്, അത് നമുക്ക് അഭിമാനമല്ല, നമുക്ക് പൊളിയും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും പൊളിയും. നിങ്ങൾക്കിത് കാണുമ്പോൾ പൊളിയത്തില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഓൾറെഡി ഒരുത്തരൊരു തെമ്മാടിത്തരം കാണിച്ചു. അതിൻ്റെ പേരിലാണ് വേറൊരുത്തം വൈരാഗ്യം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പൊട്ടി ആ ഒരു പരിപാടി ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ വൻ വർഗീയത വരും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ സമയത്ത് സൈലൻ്റായിട്ടിരിക്കുക. അപ്പം നിങ്ങളോടൊരു ബഹുമാനം കുറേ ആളുകൾക്ക് വരും.
ആ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടേ. ഞാനത് തുടക്കത്തിൽ നേരത്തെ പറഞ്ഞില്ല 2 പെർസ്പെക്റ്റീവ്. ഇത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാൽ അടുത്ത കമൻറ്റ് കൂടെ കണ്ടപ്പോൾ പറഞ്ഞു പോയതാണ്. അങ്ങനെയും കൂടെ ചിന്തിക്കണം. പിന്നെ ഒരുത്തൻ അവൻ്റെ ബിസിനസ് ലാഭത്തിന് വേണ്ടി എന്തെങ്കിലും നെറികേട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവനുമായിട്ട് തീരുമാനിക്കുക. മുസ്ലിങ്ങളുടെ തലയിൽ കയറാൻ നിൽക്കരുത്. മുസ്ലിങ്ങളുടെ തലയിൽ കയറാൻ നിൽക്കരുതെന്നോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം കൂട്ടുകാരാ, ഈ ഉണ്ണിക്കണ്ണൻ്റെ തലയിൽ കയറേണ്ട കാര്യമില്ലായിരുന്നു, വേറെ ആരുടെയെങ്കിലും തലയിൽ അവന് കയറായിരുന്നു. മനസ്സിലായോ? അവന് സദ്യ കഴിക്കുന്നത് ഒരു തൊപ്പിയിട്ട ഒരു ഉസ്താദിനെ വെച്ച് അവന് ചെയ്യായിരുന്നല്ലോ. ഒരു ഉസ്താദ് ഇരുന്ന് വിഷു മറ്റേ സദ്യ കഴിക്കുന്നു, എന്താ അവൻ അങ്ങനെ ചെയ്യാഞ്ഞേ? അല്ല, അങ്ങനെ ചെയ്യായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ എന്തു പറയും? അവനെ നിങ്ങൾ ഏറെ കയറ്റും, നമ്മളല്ല. മനസ്സിലായോ? ഈ ആക്കലും ഒന്നിച്ച് ചെയ്യരുത്. പിടികിട്ടിയ അത് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യരുത്. ഇതാണ് പ്രശ്നം. ഇതാണ് ഈ ടോപ്പിക്ക് സംസാരിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ ചില സത്യങ്ങൾ വായിന്ന് വീണ് പോകും, അതാണ് പ്രശ്നം. ഇടയ്ക്ക് ഞാൻ വീണ്ടും പറയുന്നു, വർഗീയത കുത്തിക്കയറ്റും അല്ലേ, അങ്ങനെ വിചാരിക്കല്ലേ. ഉള്ള കാര്യം കണ്ടല്ലോ. ഇതിനകത്തെ കമൻറ്റുകൾ കാണുമ്പോൾ സംസാരിച്ച് പോവടേ, അതുപോലുള്ള കമൻറ്റുകളാണ് കിടക്കുന്നത്. ഇതിനൊക്കെ ഉള്ളൊരു ഉത്തരം ഒരൊറ്റ പെൺകുട്ടിയുടെ ഒരു കമൻറ്റിലുണ്ട്. ഞാനത് വായിച്ചു തരാം. ഇന്നേ വരെ കേരളത്തിൽ പോർക്ക് കഴിക്കരുത് എന്ന് ഏതെങ്കിലും മുസ്ലിം മറ്റ് മതസ്ഥരോട് പറഞ്ഞിട്ടുണ്ടോ? ചേട്ടാ മറ്റു മതസ്ഥരോടൊന്നും ആരും പറഞ്ഞിട്ടില്ല പന്നിയെ കഴിക്കരുതെന്ന്. നിങ്ങൾ കഴിക്കാറില്ലല്ലോ? ഇല്ലല്ലോ അല്ലേ? ഇല്ലല്ലോ. എൻ്റെ അറിവില് ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ആരോടും പറയാറില്ല എടാ പന്നി കഴിക്കരുത്, ബീഫ് കഴിക്കരുത്, താറാവ് കഴിക്കരുതെന്ന്. ആരാ ഇവിടെ പറഞ്ഞേക്കുന്നത്? ഇനിയിപ്പോൾ BJP പറയുന്നുണ്ടോ? എനിക്കറിയത്തില്ല. കേരളത്തിൽ BJP പറയുന്നുണ്ടോ ഇവിടെ പന്നിയെ പറ്റത്തില്ലെന്ന്, അല്ലെങ്കിൽ ബീഫ് പറ്റത്തില്ലെന്ന്? BJP തന്നെ തിന്നുന്നുണ്ടെന്നാണ് എനിക്കറിയാവുന്ന ചില BJP നല്ല കോഴിയെ പോലും തിന്നത്തില്ല, ബീഫാ തിന്നുന്നത്. എനിക്കറിയാം. പിടികിട്ടിയോ? അവരാരും എന്നോട് കഴിക്കണമെന്നും പറഞ്ഞിട്ടില്ലടാ, ഞങ്ങൾ കഴിക്കത്തില്ല എന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ BJP പോർക്ക് തിന്നരുതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബീഫ് തിന്നരുതെന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തുവാടേ ഇത്? സാധാരണ ഇങ്ങനൊന്നും കമന്റ് കാണാറില്ല. ഈ അൽത്താഫിന്റെയും അഫ്സലിന്റെയും ഷഹബാസിന്റെയും ഒക്കെ ഇത് എന്തുവാ ഇത്? പോസ്റ്റർ അത്ര പോരാ, കോണ്ടാക്ട് ഫോർ ക്രിയേറ്റീവ് ഡിസൈൻസ്. ഈ പൊട്ടന്മാരുടെ വിചാരം വല്ലവനും. ഇവൻ എത്രാമത്തെ കമന്റ് കുത്തിയിരുന്നിരുന്നേ? അവന്റെ പേര് പോലും പേര് പോലില്ല, ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെയാന്ന് തോന്നുന്നു കുത്തിയിരുന്ന കമന്റാ. ഈ പൊട്ടന്മാരുടെ വിചാരം വല്ലവനും പോർക്ക് കഴിച്ചാൽ സകല മുസ്ലിമിനും പ്രശ്നമാണ് എന്നാണ്. കണ്ടല്ലോ അല്ലേ? ഫേക്ക് അല്ല, ജെനുവിൻ ആയിരിക്കും അല്ലേ? ഈ പൊട്ടന്മാരുടെ വിചാരം വല്ലവനും പോർക്ക് കഴിച്ചാൽ സകല മുസ്ലിമിനും പ്രശ്നമാണ് എന്നാണ്. ഓക്കെ, ഇത് കൊണ്ട് അവർക്ക് ഏറ്റ മുറിവ് മാറുമെങ്കിൽ അങ്ങനെ ആവട്ടെ. ഇതുകൊണ്ട് അവർക്ക് ഏറ്റ മുറിവ് മാറുമെങ്കിൽ അങ്ങനെ ആവട്ടെ. എന്നിടാ മോനെ, ഈ പൊട്ടന്മാരുടെ വിചാരം വല്ലവനും പോർക്ക് കഴിച്ചാൽ അല്ലടാ മോനെ, നീ നിന്റെ കുടുംബക്കാരെ വിളിച്ചിരുത്തിയിട്ട് അവരുടെ ഫ്രണ്ടിലിരുന്ന് പോർക്കൊന്ന് തിന്ന്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടില്ല നിങ്ങളോട് പോർക്ക് കഴിക്കണ്ടെന്ന്. ഇവിടെ മുസ്ലിംസ് തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്തോ അവരുടെ ഇതിലെന്തോ ഉണ്ട് അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് മിക്കവരും കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ എടുത്ത് വെക്കുന്നത്? ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞു മാറി നിന്നിട്ടുള്ളൊരു കുത്തലുണ്ട് ഇവൻ്റെയൊക്കെ ഈ കമന്റിനകത്തില്ലേ. ഇത് കാണുമ്പോഴാണ് ഇതൊക്കെ ഇടരുതെന്നാ പറയുന്നത്. ഇതൊക്കെ അടുത്ത വർഗീയത ഇങ്ങോട്ട് കത്തി പടരും. ഇതൊക്കെ എന്തിനാ വെറുതെ? ഒന്നാമത് ഇവിടെ ഒരെണ്ണം അവിടെ കിടക്കുക നാസിക്കില്ല. അതൊന്നും തീരട്ടെ. അതിൻ്റെ ഒന്ന് തീരുമാനമായിട്ട് വേണം അതിനെപ്പറ്റി സംസാരിക്കാൻ. അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അറിയാം ഇപ്പം വന്നതെല്ലാം ചൂണ്ടുന്നത് ഒരു കമ്മ്യൂണിറ്റിയിലേക്കാ, ഒരൊറ്റ കമ്മ്യൂണിറ്റിയിലേക്ക്. ഒരു മാസം മുമ്പ് തന്നെ പോലീസുകാർ അവിടെ നുഴഞ്ഞു കയറി അവിടെ പലതും തപ്പി തെരഞ്ഞപ്പോഴെല്ലാം ഒരു കമ്മ്യൂണിറ്റിയിലോട്ടാണ് പോകുന്നത്. ഇവിടെ ആരും മിണ്ടുന്നില്ല അതിനെപ്പറ്റി വലുതായിട്ട്. ആരും മിണ്ടാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ മിണ്ടത്തില്ല. തെളിയട്ടെ, പ്രൂഫ് സഹിതം വരട്ടെ, എന്നിട്ട് പറയാം. അപ്പം നമുക്കിതിനൊക്കെ തീരുമാനം ഉണ്ടാക്കാം. അല്ല, ഞാൻ മിണ്ടുന്നില്ല. അടുത്തൊരെണ്ണം, ഞങ്ങൾക്ക് പരാതിയില്ല, കേസ് എടുക്കരുത്, ഞങ്ങൾ വർഗീയത ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ദൈവമേ, നന്മമരമേ, എന്തിന് കേസ്? ഇതൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് ചേട്ടാ. ഇതൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുന്ന ആ പരിപാടി പോലും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്താ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അവിടെ കിടന്ന് അങ്ങോട്ട് തകർക്കണം. അല്ല, എനിക്കിതൊക്കെ കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. നിങ്ങൾ പോയി നോക്ക് കമന്റ് ബോക്സുകൾ. അല്ലെങ്കിൽ ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാന്ന് ഇനി ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കളയും.
കമന്റ് ബോക്സുകളൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നുള്ളത്. അടുത്തൊരെണ്ണം, സംഘികളുടെ പ്രൊഫൈലിൽ നിന്നും വരുന്ന വർഗീയ കമന്റുകൾക്കും കേസ്. സംഘികളുടെ പ്രൊഫൈലിൽ നിന്ന് വരുന്ന അയ്യോ വർഗീയ കമന്റുകൾ. അപ്പൊ നേരത്തെ മറ്റേ ഒരു മറ്റേ പേരും വാലും തേങ്ങയൊന്നും ഇല്ലാത്ത ഓരോരുത്തന്മാർ ഇതിനകത്ത് കിടന്ന് കടിക്കുന്നല്ലോ. 3, 4, 5 ഞാൻ കണ്ടത് വരെ 3, 4, 5 കമന്റൊക്കെ ഓരോരുത്തരുടെ ഒക്കെ പേരിൽ, ഒരു തലയും വാലും ഇല്ലാത്ത ഇതിനകത്തു നിന്നൊക്കെ. അതിനൊന്നും കേസ് വേണ്ടേ? അല്ല, വൃത്തികേടുകളൊന്നും എഴുതി വെക്കുന്നില്ല കേട്ടോ, അത് വേറൊരു കാര്യം. വർഗീയത അഴിച്ചു വിടുന്നില്ല, നന്മമരം കളിയാ. നമുക്ക് കേസൊന്നും ഇല്ല കേട്ടോ, നമുക്ക് കേസൊന്നും ഇല്ല. അയ്യോ അവര് അങ്ങനെ ചെയ്തോട്ടെ, ഇതെന്നും കാണണം, അത്ര എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ദൈവമേ, എല്ലാം ഒന്നിനൊന്ന് കണക്കായി, എല്ലാം അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിനെന്താണ് കുഴപ്പമുള്ളത്? പന്നി ഇറച്ചി കഴിക്കുന്നവർക്ക് കഴിക്കാമല്ലോ, അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നുള്ളതാണ്. മറ്റു മതങ്ങൾക്ക് അത് കഴിക്കാം. അവർ ആഘോഷിക്കുന്നില്ല പെരുന്നാളും വിഷുവും ക്രിസ്മസും എല്ലാം. എന്തോന്നാണ് എഴുതി വെച്ചേക്കുന്നത്? ഓക്കെ, മുസ്ലിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ അതുകൊണ്ട് കഴിക്കുന്നില്ല. ചേട്ടാ അതുപോലെ തന്നെയാ ചേട്ടാ, ഞങ്ങൾക്കും അതുപോലെ തന്നെയാ. ഒരു ഹിന്ദു ദൈവത്തിനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പോസ്റ്റർ അടിക്കുമ്പം പിടിക്കത്തില്ല, അത് മനസ്സിലാക്കണം. നിങ്ങളുടെ ഖുറാനകത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു എഴുതി വെച്ചിരിക്കുന്നത്, അങ്ങനെ ഞാൻ കേട്ടു, ഈ പന്നിയിറച്ചി പറ്റില്ല എന്ന്. ഞാനതിനെ ബഹുമാനിക്കുന്നു, നല്ല കാര്യം, നല്ല കാര്യം. അതുപോലെ തന്നെ ഇച്ചിരി ബഹുമാനം അപ്പുറമുള്ള ദൈവങ്ങൾക്ക് ഒന്ന് കൊടുക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അവരെയൊക്കെ വെച്ച് ഈ തെമ്മാടിത്തരം കാണിക്കാതെ, മനസ്സിലായോ? അടുത്തത്, തമ്മിലടിപ്പിക്കും ഭിന്നിപ്പിക്കും സഹോദരങ്ങളെ വീണു കൊടുക്കരുത്. ഇന്ത്യയിൽ മതങ്ങളെക്കാൾ മനുഷ്യത്വത്തിന് വില കൊടുക്കുന്ന ഒരു നാടെങ്കിലും വേണം, ആ നാടിന്റെ പേര് കേരളം എന്നാവണം. അജ്മൽ അജു ചേട്ടാ, അജ്മലിക്കാക്ക് ഒരു സല്യൂട്ട് കൊടുക്കും ഞാൻ, അത് വേറെ കാര്യം അല്ല, പുള്ളിയെ പറഞ്ഞതാ കറക്റ്റ്. അടുത്തത്, ഒരുമാതിരി നഴ്സറി പിള്ളേർ മാതിരി എടുക്കുവാണ്, ഭക്ഷണം അവർ കഴിക്കട്ടെ, ഇഷ്ടമുള്ളത്, അതാണ് കേരളം. അടുത്ത ആര്യ രാജേഷിന്റെ ഒരു കമന്റ് ഉണ്ട്, ഇതോടുകൂടി നമുക്ക് നിർത്താം. ഇതിന് പ്രധാനപ്പെട്ടൊരു കമന്റായിട്ട് എനിക്ക് തോന്നി. ഹിന്ദുക്കളെ മുഴുവൻ പരോക്ഷമായി ആക്ഷേപിക്കുന്ന ഒരുപാട് കമന്റുകൾ കണ്ടു ഈ കമന്റ് ബോക്സിൽ. മുസ്ലിമായ ഞങ്ങൾക്ക് ഇത് കണ്ട് ഒരു പ്രശ്നവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭക്ഷണം ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്നൊക്കെ. ആദ്യം തന്നെ പറയട്ടെ, ഇവിടെ ഒരാൾ മാംസം കഴിക്കുന്നതിന് ഒരു ഹിന്ദുവിനും എതിർക്കുന്നില്ല. എന്നാൽ ഹിന്ദു ദൈവങ്ങളെ വെച്ച് പ്രത്യേകതരം പോസ്റ്റുകൾ ഉണ്ടാക്കുന്ന പ്രവണതയാണ് എതിർക്കുന്നത്. ഞാനും അതിനെയാണ് എതിർക്കുന്നത്. ദൈവങ്ങൾ സത്യമോ മിഥ്യമോ ആവട്ടെ, എന്നാൽ അതിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തൽ അല്ല മതേതരത്വം. പരസ്പരം എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ പഠിക്കലാണ്. അത് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർ ആയാലും. ഞാൻ ക്രിസ്ത്യൻ പള്ളി പോകുന്നൊരുത്തനാണ്. നമ്മുടെ എറണാകുളത്ത് ചേരാനെല്ലൂര് ഞാൻ പോകാറുള്ളതാണ്, മനസ്സിലായോ? ഞാൻ അമ്പലങ്ങളിൽ പോകാറുണ്ട്. മുസ്ലിം പള്ളിയിൽ മാത്രം കയറാനൊരു അവസരം കിട്ടിയിട്ടില്ല. കിട്ടിയാൽ ഞാൻ കയറും. എന്നെ ആരെങ്കിലും മുസ്ലിങ്ങൾ ആരെങ്കിലും പാടാൻ മോനെ നീ വാ കയറി ഒന്ന് കാണാനകത്ത്, ഞാൻ കയറും. എന്നെ ആരും അങ്ങനെ കയറ്റിയിട്ടില്ല. എനിക്ക് ആഗ്രഹമുണ്ട് കയറാൻ. ഞാൻ എല്ലാ മതത്തെയും ബഹുമാനിക്കുന്നു. ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കത് പറ്റില്ല എങ്കിൽ കഴിക്കേണ്ട അവരെ നമ്മളത് കഴിക്കാതിരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ മതപുസ്തകത്തിൽ അതുണ്ടെങ്കിൽ അവർ കഴിക്കരുത്. അവരെ അല്ലാതെ നിർബന്ധിച്ചത് കഴിപ്പിക്കുക, നമ്മളാ പരിപാടിക്കില്ല. അതുപോലെ തന്നെ മറ്റുള്ള ദൈവങ്ങളെയും ബഹുമാനിക്കുക. അല്ലാതെ ഒരു തെമ്മാടിത്തരം കാണിച്ചു, പിടികിട്ടിയോ? അതിനെതിരെ വേറൊരു പണിക്കരിയേട്ടം വന്നിട്ട് ഉടനെ ഒരു സാധനം ഇട്ടു. ഉടനെ അതിനകത്ത് വന്നിട്ട് മറ്റേ ആ സാധനം പുറത്തോട്ട് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടെ വന്നിട്ട് നന്മമരം, അയ്യോ അയാൾക്കെതിരെ കേസെടുക്കണ്ട, വിട്ടേക്ക്. അത് ഇന്നത്തെ കാലത്ത് നടക്കത്തില്ല, പിടികിട്ടിയോ? ആ പരിപാടിയും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെയുള്ളൊരു ന്യൂസ് വരുമ്പോൾ മൈൻഡ് ചെയ്യാതെ ഇഗ്നോർ ചെയ്ത് വിടുക. ഇത് ഇഗ്നോർ ചെയ്ത് വിടുന്നൊരു പരിപാടിയായിരുന്നു ഇവിടെ നടന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്തില്ലായിരുന്നു. പക്ഷെ ചില ആളുകളുടെ നന്മമരം കളി അത് കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തന്നെ എനിക്ക് തോന്നി. ഈ നന്മമരം കളിയോ ഈ വർഗീയത പരിപാടികളോ ഒന്നും വേണ്ട, വിടുക. വീണ്ടും ഞാനതാ പറയുന്നത്, ഒരു സൈഡ് നടക്കുന്നുണ്ട്, അത് എന്താണെന്ന് പോലും അറിയത്തില്ല. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാത്തത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ഈ ഒരു പ്രശ്നം ഒരു കമ്മ്യൂണിറ്റി കാരണം നടന്നിട്ടുണ്ടെങ്കിൽ മോദിജിയൊന്നും വെറുതെ ഇരിക്കത്തില്ല, വേറെ ലെവലിലേക്ക് പോകും. പക്ഷെ ആ ലെവലിൽ ആരും ഇടപെട്ടിട്ടില്ല. SIT ആണ് അന്വേഷിക്കുന്നത്, NIA ഇടപെട്ടിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പം എന്തോ വലിയതൊന്നും ഇവിടെ പ്ലാൻ ചെയ്ത് നടക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കേരളത്തിൽ പ്രിയപ്പെട്ടവരെ
ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങളെ കാല് പിടിക്കുക, ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർ.